മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ഉൽപ്രാവണത്തെക്കുറിച്ചൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ പല എപ്പിസോഡിലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. തുടർന്നും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതിൽ ഇനിയും നമ്മുടെ ശരീരത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, വീണ്ടെടുപ്പിനെക്കുറിച്ചും, അതുപോലെ നമുക്ക് ഉൽപ്രാവണം കഴിഞ്ഞിട്ട് അന്തിക്രിസ്തുവിൻ്റെ ഇവിടുത്തെ ഭരണം നടക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ചില കാര്യങ്ങളൂടെ നമ്മളിനിയും പറയാനായിട്ടുണ്ട്. ഈ ഉൽപ്രാവണം നടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഒന്നും കൂടി ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി വീണ്ടും ഒന്നുകൂടെ പറയാണ്. കർത്താവിൻ്റെ ഗംഭീരനാദമുണ്ട്, പ്രധാന ദൂതൻ്റെ ശബ്ദമുണ്ട്, ദൈവത്തിൻ്റെ കാഹളമുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളോടാണ് വരുന്നത്. ഇത് മേഘങ്ങളിൽ എടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മേഘങ്ങളിൽ എടുക്കപ്പെടും. 1 തെസ്സലോനിക്കർ 4:17 മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നാണ് പറയുന്നത്. ഈ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, കാഹളനാദം, ഈ മൂന്നിനും ഓരോന്നിൻ്റേതായിട്ടുള്ള നീഡ് അല്ലെങ്കിൽ ആവശ്യമുണ്ട്. ലാസറിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചത് ദൈവത്തിൻ്റെ ഗംഭീരനാദമാണ്. ആ ഗംഭീരനാദം നമുക്ക് കേൾക്കുമ്പോൾ കല്ലറയിൽ നിന്ന് മരിച്ചവർ എഴുന്നേറ്റ് വരും. ലാസറെ പുറത്ത് വരിക എന്ന് യേശു വിളിക്കാതെ പുറത്ത് വരിക എന്ന് പറഞ്ഞിരുന്ന എല്ലാവരും അന്ന് ഉയർത്തെഴുന്നേറ്റ് പോകാൻ. അതുകൊണ്ട് ലാസറിൻ്റെ പേര് പറഞ്ഞ് വിളിച്ചപ്പോൾ ലാസറിൻ്റെ ആ ഗംഭീരനാദത്തിലെ കല്ലറകൾ തുറന്നു എന്ന് നമ്മൾ കാണും. അപ്പോഴേ ഈ ഉയർത്തെഴുന്നേറ്റ് വരുന്നവർ മേലോട്ട് വരികയാണ്. മേലോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഉയരത്തിലേക്ക്, മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും, അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോഴേ നോർമലി ദൈവം സൃഷ്ടിച്ചത്, ആകാശത്തെ സൃഷ്ടിച്ചപ്പോഴാണ് ദൈവം നല്ലതെന്ന് കണ്ടു എന്ന് പറയാത്ത ഭാഗം. കാരണം അതിന് കാരണം വേറൊന്നുമല്ല, അത് പിശാചിനുള്ളൊരു സ്ഥലമാണ്. ബാക്കിയെല്ലാം ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതേ 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 എന്ന് പറഞ്ഞു, കണ്ടു. എന്നാൽ പിശാച് വസിക്കുന്ന സ്ഥലത്തിൽ കൂടെയാണ് ഈ വിശുദ്ധന്മാരുടെ ആത്മാവ് ഉയർന്ന് പൊങ്ങി, അല്ലെങ്കിൽ അവരുടെ ഗ്ലോറിഫൈഡ് ബോഡി അങ്ങോട്ടേക്ക് വരേണ്ടത്. അതുകൊണ്ട് പ്രധാന ദൂതൻ്റെ ഒരു ശബ്ദം അവിടെ ഉണ്ട്. പ്രധാന ദൂതൻ്റെ ശബ്ദം എന്തിനാണെന്ന് ചോദിച്ചാൽ സാത്താനെ അടിച്ച് താഴോട്ടിറക്കാനായിട്ടാണ്. സാത്താനെല്ലാം താഴോട്ടിറങ്ങും. കാരണം അല്ലെങ്കിൽ എവരെ അവൻ്റെ പർട്ടിക്കുലർ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ ഒരിക്കലും സ്ഥാപിക്കരുത് എന്നുള്ളൊരു പർപ്പസാണ്. അതിന് വിപരീതമായി ചെയ്യുന്ന പ്രവർത്തനമാണ്, കർത്താവ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ നടക്കുന്നത്. പ്രധാനത്തിൻ്റെ ശബ്ദം പ്രധാനമായിട്ട് സാത്താനെ അഴിച്ച് താഴെ ഇറക്കുക. അതോടൊപ്പം തന്നെ കണ്ണിമിക്കുന്നതിനിടയിൽ തന്നെ ദൈവത്തിൻ്റെ കാഹളം, ആ സൗണ്ട് കേൾക്കും. അപ്പോഴേ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. ഇറ്റ്സ് എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. ഇതെല്ലാം തന്നെ ഒരു മിനിറ്റിനകത്ത് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനകത്ത് എല്ലാം നടന്നു കഴിയും. അപ്പോൾ പിശാചിന് അന്നേരം ഈ ദൈവത്തിൻ്റെ മക്കൾ ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിനോട് സഭ, കാന്ത ആയിട്ടുള്ള സഭയാണ് ഇവിടെ എടുക്കപ്പെടുന്നത്. അതിനോടുകൂടി പരിശുദ്ധാത്മാവും ഇവിടെ നിന്ന് മാറും. നേരത്തെ സംസാരിച്ചതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവായിരിക്കണം. കാരണം ഈ കാഹളം കേൾക്കുന്നത് നമ്മളല്ല കേൾക്കുന്നത്, നമ്മളിലിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. കർത്താവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവാന്മാരെന്ന് പറയുന്ന കാര്യം അവർ 100% ഷുവറാണ്. അവർ ഈ കർത്താവിൻ്റെ ഗംഭീര നാദം കേൾക്കുമ്പോൾ അവർ ഉണരും. ഉണർന്ന് കല്ലറകളെ വിട്ട് ആദ്യ ഫലമായ ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെല്ലാവരും തന്നെ കല്ലറകളെ വിട്ട് കർത്താവിനോടൊപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടും. അതുകൊണ്ട് അവരുടെ ഉയർപ്പ് 100% കൺഫേംഡാണ്. എന്നാൽ ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ണിമിക്കുന്നിടയിൽ രൂപാന്തരപ്പെടണമെങ്കിൽ അവർ പരിശുദ്ധാത്മാവിന് സെൻസിറ്റീവായിരിക്കണം. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മോഹങ്ങൾ കുടുങ്ങി, ലോകത്തിൻ്റെ കെണികൾ കുടുങ്ങി ആ ദിവസം അവർക്കൊരു കെണി പോലെ ആയിത്തീരരുത്.
അങ്ങനെ ആകാതെ കർത്താവിൽ പ്രത്യാശ വെച്ച് അവന് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവമായിരിക്കണം ഉണ്ടാവേണ്ടത്. എങ്കിൽ മാത്രമേ റാപ്ചറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് കർത്താവിൻ്റെ കാന്തയായി തീരുക എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്, ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. കർത്താവിൻ്റെ കാന്തയായി തീരുക. കർത്താവിൻ്റെ കാന്തയായി തീരുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിൽ ജനിക്കണം, ക്രിസ്തുവിൽ വളരണം, ക്രിസ്തുവിൽ വേല ചെയ്യണം. ഈ ഫെയ്ത്ത് സീരീസ് എന്ന് പറഞ്ഞ് നമ്മൾ മെറ്റനോയ മിനിസ്ട്രീസിൻ്റെ 1ാമത്തെ എപ്പിസോഡ് തൊട്ട് ഏകദേശം 70 എപ്പിസോഡും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ക്രിസ്തുവിൽ ജനിക്കേണ്ടത്, എങ്ങനെയാണ് ക്രിസ്തുവിൽ വളരേണ്ടത്, എങ്ങനെയാണ് കർത്താവിൻ്റെ മിഷൻ ഏറ്റെടുത്ത് കർത്താവിൻ്റെ വേല, നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന വേല ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ സെൻസിറ്റീവ്നെസ് വരുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഉണ്ടാവും. കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് അവർ വളരാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? അയ്യോ, നമ്മൾ പറയും അങ്ങനൊരു കുഞ്ഞ് ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പലപ്പോഴും പറയും. കാരണം ആ കൊച്ചിന് വളർച്ചയില്ല, 10 വയസ്സായിട്ടും 1 വയസ്സിൻ്റെ പ്രകൃതിയാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ആ കുഞ്ഞിനെക്കുറിച്ച് അയ്യോ എന്ന് പറയും, അയ്യോ കഷ്ടം എന്ന് പറയും. അങ്ങനെ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ ആ വിശ്വാസത്തിൻ്റെ സ്ഥിരത നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ സെൻസിറ്റീവ്നെസ് വരുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദൈവവചന പഠനം, പ്രാർത്ഥന, ദൈവത്തിൻ്റെ പ്രസൻസിലിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഡെയിലി ഒരു റുട്ടീൻ അല്ല പ്രാക്ടീസായി മാറുമ്പോഴേ നമുക്കറിയാം നമ്മൾ സെൻസിറ്റീവാണ് എന്ന്. അന്നേരം പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. എഫേസ്യർ 4:30 പറയുന്നത് ഇങ്ങനെയാണ്: ആത്മാവിനെ കെടുക്കരുത്, അത് നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുകയാണ്. വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് നമ്മുടെ ആത്മാവിനെ ആണ്. അതുകൊണ്ട് ആത്മാവിനെ നമ്മൾ കെടുക്കരുത്. പഴയ നിയമത്തിലെ പല ആളുകളെയും ദൈവം എടുത്തുകൊണ്ട് പോയതായിട്ട് കാണുന്നുണ്ട്. ഈനോക്ക് എടുക്കപ്പെട്ടതായിട്ട് കാണുന്നു. ഏലിയ എടുക്കപ്പെട്ടതായിട്ട് കാണുന്നു. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതായിട്ട് കാണുന്നു. ഇതെല്ലാം നമുക്ക് മുന്നിലുള്ളൊരു മാതൃക അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റ് ആണ് കാണാനായിട്ട്. എങ്ങനെയാണ് മേലോട്ട് എടുക്കപ്പെടുന്നത്? മേഘങ്ങളിൽ ആണ് വരുന്നത്, കർത്താവ് വരുന്നത്, എടുക്കപ്പെടുന്നത്. ബൈബിളിലെ ഒരുപാട് റെഫറൻസസ് പറയാനുണ്ട്. ദൈവത്തിൻ്റെ പ്രസൻസ് വരുന്നിടത്ത് ഇടി, മിന്നൽ, മേഘം, തീയ്, ഇരുട്ട്, കാഹളം, പുക, ഭൂമികുലുക്കം, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻസ് പഴയ നിയമത്തിലുണ്ട്, വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. ഇതെല്ലാത്തിലും കാണാം. നമുക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് വന്ന സ്ഥലങ്ങളിൽ ഒക്കെ കാണാം. ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കും. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന കാര്യം പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 19:16 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കം, മിന്നൽ, പർവ്വതത്തിൽ കാർമേഘം, മഹാഗംഭീരമായ കാഹളധ്വനി ഒക്കെ ഉണ്ടായതായിട്ട് പറയുന്നു. 18-ാം വാക്യത്തിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവൻ പുക കൊണ്ട് മൂടി, അതിൻ്റെ പുക തീച്ചുള്ളിയിലെ പുക പോലെ പൊങ്ങി, പർവ്വതമൊക്കെയും കുലുങ്ങി. ദൈവത്തിൻ്റെ പ്രസൻസ് വരുമ്പോഴേ, ദൈവം സർവശക്തനാണ്, ദൈവം മഹോന്നതനാണ്, ദൈവത്തെ ആർക്കും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടുമില്ല. ദൈവം ആത്മാവാകുന്നു. അവൻ്റെ പ്രസൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള എക്സ്റ്റേണലായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയാണ്. 2 രാജാക്കന്മാർ 2:11 അഗ്നിരഥം, അഗ്നിത്തേര്, ചുഴലിക്കാറ്റ്, ഇതിനാലാണ് ഏലിയാവിനെ ആകാശത്തേക്ക് എടുത്തത്. അതുകൊണ്ട് ദൈവം ആകാശത്തിൽ സ്വർഗത്തിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു മനസ്സിൽ, നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അത് വീക്ഷിച്ച് പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും യോഹന്നാൻ ഉണ്ടായ ദർശനത്തിലും അതാണ് കാണുന്നത്. സങ്കീർത്തനം 104 3-ാം വാക്യത്തിലും
4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ തൻ്റെ മാളികളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു, മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറയിന്മേൽ സഞ്ചരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് പറയുന്നതാണ്, ദൈവത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്. യഹോവ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു, നീ പ്രകാശം വസ്ത്രം ധരിക്കുന്ന പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറയിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലയെ തൻ്റെ ശുശ്രൂഷന്മാരുമാക്കുന്നു. തമ്പുരാൻ്റെ വാഹനം എന്ന് പറയുന്നത് എന്താ? മേഘങ്ങളെ തേരാക്കുക. അവൻ മേഘാരൂഢനായിട്ടാണ് വരുന്നത്. അത് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന മേഘമല്ല, മേഘാരൂഢനായി വരുന്ന കാറ്റിൽ സഞ്ചരിക്കുന്ന ദൈവം. അപ്പോഴെന്താ ഇങ്ങനെ കർത്താവ് മേഘങ്ങൾ വരുമ്പോൾ നമ്മൾ എടുക്കപ്പെടും. അതാണ് ശരിക്കും ഉൽപ്രാവണം എന്ന് പറയുന്നത്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇവിടെ സാത്താൻ്റെ ഭരണമാണ്. ഇമ്മീഡിയറ്റ് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ചില റെഫറൻസ് പറയുന്നുണ്ട്, പക്ഷേ അത് 2 രീതിയിലും നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഈ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിൻ്റെ സമയത്താണെന്നുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്, അല്ലാതെ ഈ ഉൽപ്രാവണത്തിന് ശേഷമുള്ളതാണെന്നും ഒരു ഇൻ്റർപ്രിട്ടേഷനുണ്ട്. യെരമ്യാ പ്രവചനം 25:31 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. യെരമ്യാ പ്രവചനം 25:31 തൊട്ട് 33 വാക്യങ്ങൾ. ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു, യഹോവയ്ക്ക് ജാതികളോടൊരു വ്യവഹാരമുണ്ട്, അവൻ സകല ജഡത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിനേൽപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റിളകി വരും. അന്നാളിൽ യഹോവയുടെ നിഹിതന്മാർ ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും. ആരെക്കുറിച്ചും ആരും വിലപിക്കുകയില്ല, അവരെ എടുത്ത് കുഴിച്ചിടുകയില്ല, അവർ നിലത്തിനെ വളമായി തീരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം, നിഹിതന്മാർ ഒക്കെ വീണ് കിടക്കുന്നതായിട്ട് കാണും. യഹോവയുടെ നിഹിതന്മാർ at the day, and the slain of the Lord shall be at that day from one end of the earth even unto the other end of the earth. They shall not be lamented, neither gathered nor buried. They shall be dung upon the ground. അപ്പോൾ ആളുകൾ വീണ് കിടക്കുന്ന ഒരു കാഴ്ച അന്ന് ലോകത്തൊക്കെ ഉണ്ടാവും. അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ പലരും വീണ് കിടക്കും, അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല. അതുപോലെ തന്നെ ഇയ്യോബ് 38-40 അധ്യായങ്ങളിലെല്ലാം ഇത് തന്നെ എഴുതിയിട്ടുണ്ട്. യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് സംസാരിച്ച കാര്യം എല്ലാം എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെയും സംസാരിച്ചത് എങ്ങനെയാണ് ഈ റപ്ചർ നടക്കുന്നതെന്നുള്ളതാണ്. അതിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. നമ്മളെങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവായിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ ജീവനുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. എങ്ങനെ സെൻസിറ്റീവ് ആകണം? മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന പോലെ വിളക്കിൽ എണ്ണയോടുകൂടി കാത്തിരിക്കുന്നവരായിരിക്കും. ബസ് സ്റ്റാൻഡിൽ കാത്തിരിക്കുമ്പോൾ മാത്രമേ ബസ്സിൽ കയറാൻ പറ്റുള്ളൂ. നമ്മൾ വീട്ടിലിരുന്നാൽ ബസ് വന്ന് നിർത്തി അങ്ങ് പോവും, ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ കയറാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ വിളക്കിൽ എണ്ണയോടുകൂടി കാത്തിരുന്നെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മൾ കാണുകയുള്ളൂ. അതിന് നമ്മുടെ സെൻസിറ്റീവ്നെസ് ഏറ്റവും ആവശ്യമാണ്. ഇന്നത്തെ ലോകപരമായി ജീവിക്കുമ്പോഴേ പലപ്പോഴും ഈ ലോകത്തിലെ താല്പര്യങ്ങളിൽ നമ്മൾ അടിമയായി പോകുന്നു. ലോകം അതനുസരിച്ച് മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈവൻ സഭകൾ വരെയും അതനുസരിച്ച് ട്വിൽറ്റായി ആ വിശ്വാസത്യാഗം എല്ലായിടും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിശ്വാസത്തിനൊന്നും വലിയ പ്രാധാന്യമൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലും ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരുപാട് പേര്, ഈവൻ ഇസ്രായേൽ പോലും ഒരുപാട് പേര് എത്തിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, ദൈവം വേണ്ട എന്ന് പറയുന്ന സാഹചര്യങ്ങൾ. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം. ഈ റപ്ചർ വരുമ്പോഴേ എടുക്കേണ്ടതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ളൊരു ബോധ്യം നമ്മളെ ഭരിക്കണം. അതാണ്. അതിനുവേണ്ടി നമ്മളൊരു സ്റ്റെപ്പ് എടുക്കണം. കർത്താവ് പറയുന്ന പോലെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് അവന് വേണ്ടി ജീവിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ, ഈ കൃപായുഗത്തിൽ അത് എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായിപ്പോയി.
ഏത് സമയത്തും കർത്താവ് വരാം. അതുകൊണ്ട് അതാണ് ഏറ്റവും പ്രധാനമായി. അതിനോട് ചേർന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് ആരാധനയിൽ പാർട്ടിസിപ്പേറ്റ്. കാരണം സ്വർഗത്തിൽ എപ്പോഴും ആരാധനയാണ്. ഒരു ആരാധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ആരാധനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കാനായിട്ട് ആയിരിക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. അങ്ങനെയുള്ളവരാണ് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നത്. കാന്തയുടെ ഗുണം അതൊക്കെയാണ്. കാന്തയുടെ ക്യാരക്ടർ ഒന്ന് വീണ്ടും ജന്മം പ്രാപിക്കുക, രണ്ടാമത് കർത്താവ് പഠിപ്പിച്ചതനുസരിച്ചുള്ള കർത്താവിൻ്റെ ഫോളോ ചെയ്യാനായിട്ട് അവൻ്റെ പ്രിൻസിപ്പിൾസ്, അവൻ്റെ കൽപ്പനകൾ, അവൻ തന്നിരിക്കുന്നതെല്ലാം അനുസരിക്കുക എന്നുള്ള, മൂന്നാമത് അവനെ ആരാധിക്കുക, നാലാമത് അങ്ങനെ ഒരു ഫെലോഷിപ്പിൽ നമ്മളായിരിക്കുക, അവൻ്റെ ആരാധന കൂട്ടത്തിൽ നമ്മളായിരിക്കുക, അതനുസരിച്ച് ജീവിതത്തിൽ ശുദ്ധീകരിക്കുക. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവും അവൻ്റെ കൃപകളും ഒക്കെ നമ്മുടെ ജീവിതങ്ങളിൽ വരുന്നത്. അല്ലാതെ ഇരുന്നിടത്തോളം കാലം കർത്താവിനെ അറിഞ്ഞു, ഇനി എൻ്റെ കാര്യം കഴിഞ്ഞു, എനിക്ക് ലൈസൻസായി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇരുന്ന് പോകും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പറയുന്നത് എന്താണ്, കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാതിരുന്ന നാമധേയ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. കാരണം പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തു. ട്രഡീഷൻസിന് ദൈവവചനത്തെക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുത്തു. എക്സ്പീരിയൻസിന് കൂടുതലായിട്ട് ദൈവവചനത്തെ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അതുപോലെ തന്നെ ദൈവവചനം തെറ്റായിട്ട് പഠിപ്പിച്ച ആളിനെ തെറ്റിക്കുന്നവരുമുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇതാണ് ശരിയെന്ന് പറഞ്ഞ് തെറ്റിക്കുന്നതായിട്ടുള്ള. പൗലോസ് പറഞ്ഞ് സ്വർഗത്തിൽ നിന്നൊരു ദൂതനായിരുന്നാലും ഈ സുവിശേഷത്തിന് വിരോധമായിട്ട്, ഈ കൃപയുടെ സുവിശേഷത്തിന് വിരോധമായി വേറെ എന്തെങ്കിലും സംസാരിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പൗലോസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തെറ്റായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് അതാണ് കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിനെ അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിൽ ആരാധിക്കുന്ന ഒരു സമൂഹത്തെയാണ് കാന്ത എന്ന് പറയുന്നത്. അതാണ് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആ കാന്തയെ കൂട്ടാനായിട്ടാണ് കർത്താവ് രഹസ്യത്തിൽ വരുന്നത്. അവൻ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അവിടെ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു. നിങ്ങളും ഞാനും അവിടെ കാണുമോ എന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവെടുക്കേണ്ടത്. തീർച്ചയായും നമ്മളവിടെ കാണണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആ അനുഭവത്തിൽ വന്നിട്ട് കർത്താവെ ഞാൻ ഇനി അങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കും എന്ന് ചിന്തിക്കുകയും ദൈവസ്ഥനിൽ സമർപ്പിക്കുകയും ചെയ്യാം. അപ്പോഴെന്താ കാര്യം? ദൈവം നമ്മളെ സമ്പന്നരാക്കുകയാണ്. ദരിദ്രരായ ഏതൊക്കെ രീതിയിലാണ് സമ്പന്നരാക്കുന്നത്? നമ്മുടെ ആത്മാവിൽ സമ്പന്നരാക്കും, നമ്മുടെ മനസ്സിൽ സമ്പന്നരാക്കും, നമ്മുടെ ശരീരത്തിൽ സമ്പന്നരാക്കും. ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പാപങ്ങളൊക്കെ വിട്ടുപോകും. ലോകപരമായിട്ടുള്ള ജഡീകമായിട്ടുള്ള ചിന്തകളൊക്കെ മാറിപ്പോകുന്നതായിട്ട് കാണാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നിറയുന്നതായിട്ട് കാണാം. നമ്മുടെ ജീവിതം തന്നെ ഒരു എക്സ്ചേഞ്ച് ലൈഫ്, മാറ്റപ്പെട്ട ഒരു ജീവിതമായി തീരും. ഒരു റീകൺസ്ട്രക്റ്റഡ് ലൈഫല്ല, പഴയതെല്ലാം കൂടി ഉരുട്ടി കൊണ്ടുവരുന്നതല്ല. കർത്താവിൻ്റെ പഴയ ജീവിതം കർത്താവിനോട് ചേർന്ന് ക്രൂശിക്കപ്പെട്ടു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. പുതിയൊരു ജീവിതമാണ് എനിക്കുണ്ടാവുന്നത്. അതൊരു ഒരു പൊത്തുവരുത്തത്തിൻ്റെ ജീവിതമല്ല, ഒരു കോംപ്രമൈസിൻ്റെ ജീവിതമല്ല. പഴയതെല്ലാം ഉപേക്ഷിച്ചിട്ട് പുതിയ രീതിയിൽ ഉള്ളൊരു ന്യൂ ലൈഫാണ്. അതാണ് ഒരു എക്സ്ചേഞ്ച് ലൈഫ് എന്ന് പറഞ്ഞ ക്വാളിറ്റി ലൈഫ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ചിന്ത മാറും. ദൈവവചനത്തിൽ ചിന്തിക്കും, ഉയരത്തിലുള്ളതിനെ ചിന്തിക്കും. കാരണം നമ്മൾ ടെമ്പററി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. 70 വയസ്സ്, 80 വയസ്സ്, 90 വയസ്സ്, അതിനപ്പുറമായിട്ടില്ലല്ലോ. ടെമ്പററി ആയിട്ടാണ് ജീവിതം. അത് എൻ്റെ ജീവിതം എവിടത്തുള്ളതിൻ്റെ കാര്യം ചിന്തിക്കേണ്ടത്, ഉയരത്തിലുള്ള കാര്യം ചിന്തിക്കുക. കാരണം എൻ്റെ പൗരത്വം സ്വർഗത്തിലാവുന്നുള്ളത്. ദിസ് എ ടെമ്പററി ഫിനോമിന ഹിയർ. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് തീരും. എല്ലാവരും മരിച്ച് കർത്താവിലോട്ട് ചേരും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാം. തീർച്ചയായും ഈ ചിന്തകൾ ദൈവം നമ്മളെ നടത്തുന്നതാണ്, നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇനി അതിനെ കൂടുതൽ ചിന്തിക്കാം. ഈ റപ്ചർ കഴിയുമ്പോഴേ നമുക്ക് ഏത് ശരീരമാണ് വരുന്നതെന്നുള്ള അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം തന്നെ വാട്സാപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ട് എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാനായിട്ട് കർത്താവെ നീ സഹായിക്കണം. ഞങ്ങൾ റപ്ചറിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുകയായിരുന്നല്ലോ കർത്താവെ. അതിലൊക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവെ, അതിൽ കൂടിയൊക്കെ ദൈവത്തിൻ്റെ വലിയ കാന്തയായി ഇരിപ്പാനായിട്ട് ഞങ്ങളെ നീ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ട്, ഇന്ന് രാത്രിക്കാലം തീരുമാനിപ്പാനായിട്ട് ഇടവരുത്തണം.
ബലപ്പെടുത്തണമേ. ആരെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു വന്ന് കർത്താവെ അനുതാപത്തോടെ ദൈവത്തിലേക്ക് നോക്കി ദൈവസേനയിൽ ജീവിക്കാനായിട്ട്, കൽപ്പനകളനുസരിച്ച് ജീവിക്കാനായിട്ട് കർത്താവെ നീ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ വിടുതൽ കൊടുക്കണമേ. പ്രത്യേകിച്ച് ശരീരത്തിലെ മുഴകൾ ഉള്ള ചില ആളുകൾ, ചില നീര് പോലെ ഇരിക്കുന്ന ചില ആളുകളെ ദൈവം ഇന്ന് രാത്രി വിടുവിക്കുന്നു. അതിൽ ഇന്ന് ആ നീരെല്ലാം വലിഞ്ഞു പോകട്ടെ, ആ പ്രയാസങ്ങളൊക്കെ വലിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് കാരണമാണെന്ന് അറിയത്തില്ല, ദൈവമോട് വലിയൊരു അത്ഭുതങ്ങൾ നടത്തി അവർക്ക് വലിയൊരു വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ആ ചില വെയിൻസിലൊക്കെ ഉള്ള ബ്ലോക്കുകളൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില വേദനകളായിട്ട് കർത്താവെ മൂവ് ചെയ്യാൻ വയ്യാതെ ഇരിക്കുന്ന ചില ആളുകളെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് രാത്രിക്കാലം വലിയൊരു വിടുതൽ നീ അയക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി യേശുവേ, നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കണം, വിടുവിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നാളെ ഇതുണ്ടാവും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.